ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ തോട്ടം മേഖല, വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കോഴ്സുകൾ, മൂന്നാറിലെ ടൂറിസം വികസനം, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള കർമ്മസമിതി രൂപീകരണം, ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ, ഇടുക്കി മെഡിക്കൽ കോളേജിന്റെയും ജില്ലാ ആശുപത്രിയുടെയും വികസനം, ക്ഷീരവികസനം, വന്യമൃഗ ആക്രമണം തുടങ്ങി ഇടുക്കി ജില്ലയിലെ മലയോര ജനതയുടെ വിവിധ പ്രശ്നങ്ങളും പരിഹാരങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല യോഗത്തിൽ ചർച്ച ചെയ്തു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമായി. ഇടുക്കിയിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. വിദ്യാലയങ്ങളടച്ച് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു. ഇതോടെയാണ് ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായത്. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ ചെങ്കുളമടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ഗോത്രവർഗ യുവതയ്ക്ക് ഉന്നതങ്ങളിലെത്താൻ അവസരമൊരുക്കുന്ന ഭാഷാ നൈപുണ്യ വികസന പദ്ധതിയായ കമ്മ്യൂണിക്കോറിന് ഇടുക്കി മറയൂരിൽ തുടക്കമായി. കേരളത്തിലെ വിവിധ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാഷാ നൈപുണ്യശേഷി വികസിപ്പിച്ച് അവരെ പഠന തൊഴിൽ മേഖലകളിൽ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതാണ് പരിശീലന പദ്ധതിയുടെ ലക്ഷ്യം. പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ആശയവിനിമയ ശേഷിയും പ്രൊഫഷണൽ വളർച്ചയും വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ വനംവകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. വരയാടിന്റെ പ്രജനനകാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി സഞ്ചാരികൾ ഉദ്യാനം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളിൽ നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും വെർച്വൽ റിയാലിറ്റിയിലുള്ള ആസ്വാദന സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 3D സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ മൂന്നാറിൽ സന്ദർശനം നടത്തി. മൂന്നാർ മേഖലയിലെ സ്ത്രീ തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങളും മറ്റു ചുറ്റുപാടുകളും നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ സന്ദർശനം. മൂന്നാർ മേഖലയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നേരിൽ സന്ദർശിച്ച വിജയ രഹത്കർ തൊഴിലാളികളുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവധിക്കാലമായതോടെ കേരള അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തെ മുന്തിരിപ്പാടങ്ങളിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. പഴുത്തു പാകമായ മുന്തിരിക്കുലകൾ നിറഞ്ഞ തോട്ടങ്ങൾ സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിര് പകരുകയാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് കമ്പം മേഖലയിൽ മുന്തിരിത്തോപ്പുകൾ ഉള്ളത്. കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂർ, ചുരുളിപ്പെട്ടി, KK-പെട്ടി, തേവർപ്പെട്ടി എന്നിവിടങ്ങളിലാണ് മുന്തിരി വിളവെടുപ്പിന് ഒരുങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ മധ്യവേനൽ അവധിക്കാലമായതോടെ സന്ദർശക തിരക്ക് ഇരട്ടിയായിട്ടുണ്ട്. ഇടുക്കിയുടെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഭൗമസൂചികാ പദവി നേടിയ കമ്പത്തെ മുന്തിരിപ്പാടങ്ങളും സന്ദർശിച്ചാണ് മടങ്ങാറുള്ളത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് 90 വയസ്സ് തികഞ്ഞു. പെരിയാറിന് കുറുകെ പണി കഴിപ്പിച്ച നേരിമംഗലം പാലമാണ് കഴിഞ്ഞ 9 പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറം ലോകത്തേക്കുള്ള വാതായനം തുറക്കുന്നത്. കേരളത്തെ പിടിച്ചുലച്ച 2 മഹാപ്രളയങ്ങളുടെ അതിജീവനത്തിന്റെ നേർചിത്രമായ നേരിമംഗലം പാലവും പരിസരങ്ങളും സഞ്ചാരികളുടെ ഇഷ്ടയിടം കൂടിയാണ്. 1924 പ്രളയത്തിൽ അന്ന് മാങ്കുളത്തുകൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചുപോയി. ഇതോടെ കോതമംഗലത്ത് നിന്നും നേരിമംഗലത്തെത്തി അടിമാലി വഴി മൂന്നാറിന് പുതിയ പാത തുറന്നു. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച നേരിമംഗലം പാലം 1935 മാർച്ച് മാസത്തിൽ അന്നത്തെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളായിരുന്നു ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. പുഴയും കാടും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ ഇടുക്കിയുടെ പ്രവേശന കവാടമായി തല ഉയർത്തി നിൽക്കുന്ന നേരിമംഗലം പാലവും പരിസര പ്രദേശങ്ങളും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.